ഓക്കെ വാട്സപ്പ് യൂട്യൂബ്. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഒരു ഇത്തിരി തല പോയിക്കുന്ന ടൈപ്പ് കണ്ടൻറ്റാണ്. 2017 ലാസ്റ്റായിട്ട് റാൻസം വെയർ അറ്റാക്ക് എന്ന് ഞാൻ ഇന്ത്യയിൽ കേൾക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മളിവിടുത്തെ ഗവൺമെൻറ് സൈറ്റ് കുറച്ചൊക്കെ പണി കിട്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മോസ്റ്റ്ലി അത് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അത് പിന്നെ ഓടി. അത് കഴിഞ്ഞ് റാൻസം വെയർന്ന് ഞാൻ അങ്ങനെ അധികം കേട്ടൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ ആ വാക്ക് വീണ്ടും കേട്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റത്തിൽ ഒരു റാൻസം വെയർ മാൽവെയർ ഇൻഫെക്റ്റായി മറ്റേ ഫയൽ ഫുള്ള് എൻക്രിപ്റ്റഡ് ആയിപ്പോയി. അത് എൻ്റെ കയ്യിൽ സിസ്റ്റം ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് റിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കറിയത്തില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. കഴിഞ്ഞ സൺഡേ ഈവനിങ് ആയപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഫോട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് റൂം വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ലൈറ്റ് റൂം ഡൗൺലോഡ് ചെയ്തു. ആകെ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ അവൻ ക്രാക്കാണ് ഡൗൺലോഡ് ചെയ്തത്. ക്രാക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് എന്ത് ടൈപ്പ് വൈറസ് നമ്മുടെ സിസ്റ്റത്തിൽ കയറുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ്റെ ഇതിൽ മാൽവെയർ നമ്മങ്ങ് അഫക്റ്റായി. അതൊരു റാൻസം വെയർ ആയിപ്പോയി. അത് കഴിയുമ്പോൾ അവൻ്റെ ഫയലുകളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമായി. ലാസ്റ്റ് അവൻ്റെ ഒരു ഡിസ്കിനകത്ത് ഒരു മെസ്സേജ് ഇന്നപോലെ ഇന്നതൊക്കെയാണ് ഞാൻ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഒരു ഹാക്കറിൻ്റെ വക ഒരു മെസ്സേജ്. $999 കൊടുത്താൽ ഡീക്രിപ്റ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് അത് 72 മണിക്കൂറിൽ ചെയ്യുകയാണെങ്കിൽ അവൻ $499 ഡിസ്കൗണ്ട് റേറ്റ് കഴിഞ്ഞിട്ട് ചെയ്ത് തരാമെന്ന്. എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വിൻഡോസ് കംപ്ലീറ്റ്ലി റീഇൻസ്റ്റോൾ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് സിസ്റ്റം എടുത്തുകൊണ്ട് വന്നു. ചെക്ക് ചെയ്തപ്പോൾ വിസ് സെഡ് എന്നുള്ള മാൽവെയർ ആണ് ഇൻഫെക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഗതി എന്ന് വെച്ചാൽ ഈ വിസി എന്നുള്ള മാൽവെയർ ഈ പറയണ്ടേ DJVU, അത് ദേജാവു എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അതായത് വിസി എന്നുള്ള റാൻസം വെയർ അതായത് നമ്മുടെ സിസ്റ്റത്തിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ യൂസ് ചെയ്യേണ്ട ഫയലുകൾ, നമ്മുടെ പേഴ്സണൽ ഫയൽസ് ആണെങ്കിലും ശരി, എന്ത് ഫയൽ കിട്ടിയാലും അത് എൻക്രിപ്റ്റ് ചെയ്ത് വയ്ക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോൾ ഒരു വീഡിയോ ആണ് MP4, ഒരു പടമാണ് JPG, ഇത് അതിൻ്റെ ബാക്കിയായിട്ട് ഒരു .viz എന്നൊരു എക്സ്റ്റൻഷൻ അങ്ങ് ആഡ് ചെയ്യും എക്സ്ട്രാ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ടെക്സ്റ്റ് ഫയലും കൂടെ, ഒരു റീഡ്മി ടെക്സ്റ്റ് ഫയലും കൂടെ അത് അവിടെ ജനറേറ്റ് ചെയ്ത് വയ്ക്കും. അതിനകത്താണ് ഈ പറയുന്നവൻ്റെ നോട്ട് എഴുതി വയ്ക്കുന്നത്. അതായത് നിങ്ങളുടെ ഫയൽ ഞാനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഇത്ര $1 തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഓപ്പൺ ആക്കി തരാമെന്ന്. പിന്നെ എനിക്ക് ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ മാക്സിമം അവർ പറയുന്ന പേയ്മെൻറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം അതിൽ എങ്ങനെ പോയാലും കുറേ ക്യാമേഴ്സ് ആയിരിക്കും. അത് മാക്സിമം അവരോട് നെഗോഷിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇത് കഴിഞ്ഞ് എന്ത് വേണം എന്നുള്ള കാര്യം ചോദിക്കാനോ പോകാതിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്താ പ്രശ്നമെന്ന് നോക്കാം. സിസ്റ്റം ഓണാക്കാം. ഈ സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ചാനലിൽ തന്നെ സെക്കൻഡ് വീഡിയോ ഒരു PC കേസ് അപ്ഗ്രഡേഷൻ നടത്തിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിലുള്ള കമ്പ്യൂട്ടറാണ് ഇന്ന് പണി കിട്ടി ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഓണാക്കിയിട്ട് ഞാൻ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം. ലോഗിൻ ചെയ്യട്ടെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡെസ്ക്ടോപ്പ്. നമുക്കിപ്പോൾ തൽക്കാലം ഈ D ഡ്രൈവിൽ പോയി ഇത് കണ്ടു. ഇതിപ്പോൾ പ്ലഗിൻസിൽ പോയാലും ഇത് വേണ്ട. ഇപ്പോൾ ഫയൽ ടൈപ്പ് വിസി ഫയൽ എല്ലായിടത്തും റീഡ്മി കൊണ്ടിട്ടുണ്ട്. ഈ റീഡ്മി വായിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. Don't worry, you can return all your files like pictures, databases, documents and other important are encrypted with the strongest encryption and unique key. The only method of recovering file is to purchase decrypt tool and unique key for you. This software will decrypt all your encrypted data. What guarantees you have? You can send one of your encrypted file from your PC and we decrypt it for free. But we can decrypt only one file for free. File must not contain valuable information. Do not ask assistance from YouTube and recovery data sites for help in recover your data. അതെന്നാടാ ലെവൽ അത് ഞാൻ ചോദിച്ചാൽ അതിൽ ഇതിൻ്റെ ഓണറും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചേക്കുന്നു. They can use your free decryption quota and scam you. പിന്നെ നീ പിന്നെ മഹാഭാരതം എഴുതി വെച്ചേക്കോല്ലോ ഇതിനകത്ത്. Our contact is emails in this text document only. You can get and look video overview decrypt tool. WeTransferൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. Price of private key and decrypt software is $999. Discount 50% available. ഡിസ്കൗണ്ട് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് 50% അവൈലബിൾ ഇഫ് യു കോൺടാക്ട് us ഫസ്റ്റ് 72 hours. ദാറ്റ്സ് പ്രൈസ് ഫോർ യു ഈസ് $499. അതായത് ഇവൻ ഈ പറയുന്ന പ്രൈവറ്റ് കീയും അതിൻ്റെ ഡീക്രിപ്റ്റിംഗ് സോഫ്റ്റ്വെയറും തരാനായിട്ട് $999 കൊടുക്കണം. നമ്മൾ 72 മണിക്കൂറിനകം ഇവരെ ബന്ധപ്പെടുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് $499 ആവുള്ളതെന്നാണ് പറയുന്നത്.
പ്ലീസ് നോട്ട് ദാറ്റ് യു വിൽ നെവർ റീസ്റ്റോർ യുവർ ഡാറ്റ വിത്തൗട്ട് പേയ്മെൻറ്റ്. ഓ ആയിക്കോട്ടെ. ചെക്ക് യുവർ ഇമെയിൽ സ്പാം ഓർ ജങ്ക് ഫോൾഡർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ആൻസർ മോർ ദാൻ 6 hours. അവൻ്റെ പേഴ്സണൽ ഐ ഡി, ഡാറ്റ, ഇമെയിൽ ഐ ഡി, സോഫ്റ്റ്വെയർ കിട്ടാനുള്ള ഒരു മെയിൽ ഐ ഡി ഒക്കെ തന്നിട്ടുണ്ട്. ഇത്രയും ഗതികെട്ട് ഒരുത്തനെ ഞാനൊക്കെ ആദ്യമായിട്ട് കാണുക. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പ്യൂട്ടർ തന്നവൻ്റെ കയ്യിലാണെങ്കിൽ $500 വിട്ട് 500 രൂപ എൻ്റെ കയ്യിൽ തികച്ചെടുക്കാനില്ല. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച സമയത്ത് പറയാം, ചേട്ടാ എൻ്റെ കയ്യിൽ ആകെ 300 രൂപയുള്ളതെന്ന്. ഒരു കാര്യം ചെയ്യാം, ഈ കേസുകളിൽ വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യുന്ന എത്രത്തോളം കറക്റ്റ് ആയിരിക്കും എന്നൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് നമുക്ക് വിൻഡോസ് 10 ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിപ്പോൾ 11 കിടക്കുന്നത്. ഫുൾ വൈപ്പ് ചെയ്ത് വിൻഡോസ് 10 എടുക്കാൻ നോക്കാം. അതിന് മുമ്പ് പെൻഡ്രൈവ്, ഈ പെൻഡ്രൈവ് അടിച്ചു പോയില്ലയോ എന്നുള്ളതൊന്നും എനിക്കിപ്പോൾ ഉറപ്പൊന്നുമില്ല. ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ച് കുത്താൻ പോവുക. F12 അടിച്ചുകൊണ്ടിരിക്കാം. F12 അടിക്കുമ്പോഴാണ് ബൂട്ട് മെനു വരേണ്ടത്. അതല്ലോ. നമുക്കിത് ഇന്ത്യ ആക്കാം. നെക്സ്റ്റ് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, സീരിയൽ കീ അത് ഇവിടെ എവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ സീരിയൽ കീ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. സീരിയൽ കീ കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റ്. നമുക്ക് ഇപ്പോൾ കസ്റ്റം ഇൻസ്റ്റാളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ അപ്ഗ്രേഡും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആദ്യം മുതലേ തന്നെ നമ്മൾ ഫ്രഷ് ഇൻസ്റ്റാളേഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റം ഇൻസ്റ്റാൾ. അപ്പോൾ അവൻ പറഞ്ഞേക്കുന്നത് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാനാണ്. ഇനി വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആവുന്നത് നോക്കിയിരിക്കുക. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞപ്പോൾ റീസ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അങ്ങനെ 10 റീസ്റ്റാർട്ടായി വന്നു. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. റീജിയൻ ഈസ് ദിസ്. യെസ്. കീബോർഡ് ലേഔട്ട് US ആണ്. വേണ്ട, സെക്കൻഡ് ലേഔട്ട് വേണ്ട. ഇപ്പോൾ തൽക്കാലം ഇൻ്റർനെറ്റ് ഇല്ല. വേണ്ട, കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ്. ഒന്നുകൂടെ റീസ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ യൂസറിൻ്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് ഇപ്പോൾ തൽക്കാലം ഇടുന്നില്ല, അത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യട്ടെ. ഇനിയും ചെയ്യേണ്ടത് ഈ സാധനങ്ങളെല്ലാം ഓഫ് ചെയ്യുക. ഓക്കെ, കൊട്ടാന ഒട്ടും വേണ്ട. നോട്ട് നൗ. ഇനിയും കുറച്ച് നേരം വായി നോക്കിയിരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ വിൻഡോസ് 10 എത്തിയിരിക്കുകയാണ്. മേ ബി ലേറ്റർ. നമുക്കിനി പയ്യെ കസ്റ്റമൈസേഷൻ പരിപാടികൾ തുടങ്ങാം. ആദ്യം തന്നെ ഡാർക്ക് മോഡ്.
ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ, ഇതുപോലൊരു മാൽവെയർ നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഫോർമാറ്റ് ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബയോസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളിത് ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള ബാക്കി അപ്ഡേറ്റുകൾ പുറകെ തന്നെ അറിയിക്കുന്നതാണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. എപ്പോഴെങ്കിലും ഫയൽ എക്സ്പ്ലോറർ എടുത്ത് കഴിഞ്ഞാൽ നേരെ ഈ വ്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് മാറ്റണം. നമുക്കതിന് ഇതിൻ്റേതാ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഫയൽ എക്സ്പ്ലോറർ ക്ലിക്ക് ചെയ്യുമ്പോൾ ദിസ് PC ആക്കുക. ഈ ഷോ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫോൾഡേഴ്സ് ഇൻ ക്വിക്ക് ആക്സസ് കളയുക. എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ അത് ക്ലിയർ ചെയ്തേക്കുക. ഇത് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ എക്സ്ട്രാ 2 പാർട്ടീഷൻ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നാളായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. വിൻഡോസിൻ്റെ ഏത് വേർഷനും അതിനകത്ത് ഇൻസ്റ്റാളായി വരുന്ന എല്ലാ ബ്ലോട്ട്വെയർ ഇട്ട് വരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള വിൻഡോസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. 11 കൊണ്ട് 10 ഞാൻ ഇപ്പോൾ കാണാൻ തുടങ്ങി. ബ്ലോട്ട്വെയർ എല്ലാം എടുത്ത് കളയുമ്പോൾ സ്റ്റാർട്ട് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റിംഗ് എല്ലാം കഴിയും. ഇനി നമുക്ക് നൈസായിട്ട് റീസ്റ്റാർട്ടും കൊടുക്കാം. ഇനി ഇത് കുത്തിയിട്ട് റീസ്റ്റാർട്ട് ആവട്ടെ, അപ്ഡേറ്റും കൂടെ ആവട്ടെ. ഓക്കെ, അങ്ങനെ അപ്ഡേറ്റിംഗ് കഴിഞ്ഞ് ഡെസ്ക്ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി പയ്യെ അല്ല, ഈ സെർച്ച് ബാർ ഇത് എവിടെ നിന്ന് വന്നു? ഇടാൻ വേണ്ട. നമുക്ക് നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഗ്രാഫിക്സിൻ്റെ ഡ്രൈവറിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ആൻഡ് യെസ്, ഇറ്റ് ഈസ് റണ്ണിങ്. നോക്കട്ടെ. നമുക്കിതിനിടയിൽ കൂടെ തന്നെ ഒരു പരിപാടിയും കൂടെ ചെയ്യാം. കൺട്രോൾ പാനലിൽ പവർ എവിടെ? പവർ ഓപ്ഷൻസിൽ പോവുക. നമുക്ക് ഹൈ പെർഫോമൻസ് മോഡിലിടുക. അതിൽ പ്ലാൻ സെറ്റിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ഡിസ്പ്ലേ ഇപ്പം അങ്ങനെ ഓഫ് ആവണ്ട. ഇനി ഇതിൽ പവർ ബട്ടൺ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയൊരു സെറ്റിങ്സ് ഉണ്ട്. അതിൽ ചേഞ്ച് സെറ്റിങ്സ് കൊടുക്കുക. ഈ ഫാസ്റ്റ് സ്റ്റാർട്ടപ്പ് ഓഫ് ചെയ്യുക. സേവ് ചേഞ്ചസ് അതുകൂടെ ചെയ്യാനുണ്ടായിരുന്നു നമുക്ക്. ഇതാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഡ്രൈവറുണ്ട്. നമുക്ക് ഫാക്ടറി റീസെറ്റ് ചെയ്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ കളക്ട് ഇൻഫർമേഷനുണ്ട്, അത് വേണ്ടി അത് വേണ്ട. പിന്നെ എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. AMD ഇടുക. ഇത്രയും ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ. ഇതെന്നാൾ ഇത്രയും പണി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതിനിടയ്ക്ക് കുറച്ച് ആപ്ലിക്കേഷൻ വേണ്ടതൊക്കെ ഉണ്ട്. ഒരു 5 തക്കാലം ഇതങ്ങ് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുണ്ട് യുവർ ഡിസ്പ്ലേ മേ ഫ്ലിക്കർ ഡ്യൂറിങ് ഇൻസ്റ്റാൾ. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവട്ടെ. ഡ്രൈവർ ബാക്കി. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഹെൽപ്പ് AMD ഇംപ്രൂവ് എക്സ്പീരിയൻസ് ബൈ സെൻഡിങ് സിസ്റ്റം യൂസേജ് ഇൻഫർമേഷൻ. വേണ്ട. ഇത് AMD സോഫ്റ്റ്വെയർ അഡ്രിനാലിൻ എഡിഷൻ അത് ഓപ്പൺ ആക്കണം. ഫീഡ്ബാക്ക് വീണ്ടും വന്നു. അൺഇൻസ്റ്റാൾ. ഇതൊന്നും വേണ്ട. അതെ, 3D വ്യൂവർ പിന്നെയും വന്നു. അൺഇൻസ്റ്റാൾ. അലാറം ക്ലോക്ക് കളയാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. പോ. ക്യാമറയും കാൽക്കുലേറ്ററൊക്കെ വേണ്ടത്. ഗെറ്റ് ഹെൽപ്പ് ഇല്ല. ഗബൈറ്റ് അതിപ്പോൾ ചെക്ക് ചെയ്യാം. ഗ്രൂവ് മ്യൂസിക് എടുത്ത് കളയാം.
ഇത് ഭയങ്കര ശല്യമായിട്ട് കുറേ ആവശ്യമില്ല ബ്ലോട്ട് കയറും സാധനമൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ടാസ്ക് മാനേജറിൽ പോകണം. ടാസ്ക് മാനേജറിൽ കുറച്ച് പണിയുണ്ട്. ഓക്കെ, ഭാഗ്യം ഒന്നും ചെയ്യേണ്ടി വന്നില്ല. സാറിന് ഈ സ്റ്റാർട്ടപ്പിൽ വന്നിട്ട് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യാറ് പതിവ്. അത് വേണ്ട, നമുക്ക് റൺ എടുത്തിട്ട് MS കോൺഫിഗ് എന്നൊരു സാധനമുണ്ട്. നോർമൽ സ്റ്റാർട്ടപ്പ് മതി. ബൂട്ടിങ് 3 seconds. ഇത് അപ്ലൈ ചെയ്യുക, ഓക്കെ ചെയ്യുക, ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുക. ഈ റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരല്പ സമയം എടുത്തെന്നൊക്കെ വരാം ചില കേസുകളിൽ. നമുക്ക് നല്ല വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇനിയും വേണം ഇത് ലോങ് ടേമിൽ പണി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇനി നോക്കാനായിട്ട്. ഇനിയിപ്പോൾ അവൻ എന്നാൽ ഫ്രീ ഉള്ളതെന്ന് ചോദിക്കണം, എന്നിട്ട് വേണം ഇത് കൊണ്ടു കൊടുക്കാൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ മേക്ക് ഷുവർ സ്റ്റേ സേഫ് ഓൺ ദി ഇൻ്റർനെറ്റ്. ആവശ്യമില്ലാത്ത ക്രാക്ക് ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്ത് വെറുതെ പണി മേടിക്കരുത്. യു ലൈക്ക് ദ കണ്ടന്റ്, ഡു ഫോളോ ഫോർ മോർ. ഓക്കെ, താങ്ക് യു.